ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ജിം വർക്കൗട്ടിലാണ് കേട്ടോ നമ്മൾ ഈ സീരീസ് തുടങ്ങുന്നത് തന്നെ ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ത്യൻ ടെസ്റ്റ് സീരീസ് കിടിലൻ സീരീസാണ്. അപ്പോൾ എല്ലാവരും കാണാൻ മറക്കാതെ പോകണം. എല്ലാവരും കണ്ട് ഫുള്ളായിട്ട് തന്നെ കണ്ടു പോകണം കേട്ടോ ഗൈസ്, സ്കിപ്പ് അടിക്കരുത്. അപ്പോൾ നമുക്ക് നേരെ പോകാനായിട്ട് അതിനനുസരിച്ച് ഗെയിമിംഗ് റൂമായിട്ട് പിന്നെ അവിടെ ചെറിയ ജിമ്മും വർക്കൗട്ടൊക്കെ ജേഴ്സിയൊക്കെ ഉണ്ട്. സെറ്റപ്പാണ് ഗൈസ്. സെറ്റപ്പ് നമ്മൾ ഫ്രാങ്ക്ലിൻ ഇവിടെ ഉണ്ട്. അതിനൊരു കേസ് എവിടെ പോയി താഴത്തെ എവിടെയെങ്കിലൊക്കെ ഉണ്ടാകും. നമ്മൾ ഫോണിൽ ആരാ വിളിക്കുന്നത്? കേസ് ഇടാൻ പോലെ ലെസ്റ്ററാണല്ലോ. മൂപ്പര് ഇവിടെ എത്തിയപ്പനെ പണിറ്റോ? ലെസ്റ്ററല്ല കേട്ടോ കേസ്, ലെസ്റ്റർ തന്നെ. ഇപ്പം ഇവിടെ വന്നപ്പനെ പണിയിട്ടേന്ന് കേസ്. അപ്പോൾ നമുക്ക് ഏതായാലും ലെസ്റ്ററിൻ്റെ കോളൊന്നും എടുത്തട്ടെ. ഇപ്പോൾ കേസ് നമ്മളെ ലെസ്റ്ററിൻ്റെ കോളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫ്രാങ്ക്ലിൻ ഇവിടെ ഉണ്ട് കേട്ടോ ഗൈസ്. ഇപ്പോൾ ഫ്രാങ്ക്ലിൻ റൂമിലേക്ക് പോകണം പറഞ്ഞത്. അപ്പോൾ ഞാനൊന്ന് കിടന്നുറങ്ങി. എണീച്ച ഞാനിപ്പോൾ ചായ കുടിച്ച് ചില്ലായിട്ട് വരാം കേട്ടോ. ഞാൻ മോൾക്ക് പോട്ടെ, കുറേ ഒരുപാട് പരിപാടി ഉണ്ട്. ഞാൻ ചില്ലായിട്ട് വരാം. ഇങ്ങോട്ടാ നമ്മളെ ലെസ്റ്റർ വിളിച്ചിന് അത്യാവശ്യമായിട്ട് വരാൻ പറഞ്ഞത്. ഞാൻ വരാം, ജാടക്ക്. ഇപ്പം നമ്മളത് ഏതായാലും നമ്മളെ ലെസ്റ്റർ വിളിച്ചെന്തിനാ വെച്ചാൽ അറിയില്ല. നമുക്ക് ചാടി ചെല്ലാനാണ് പറഞ്ഞത് ലെസ്റ്ററിൻ്റെ അടുത്തേക്ക്. അപ്പോൾ നമുക്ക് എന്താണ് അങ്ങോട്ട് ചെല്ലാം. അപ്പോൾ ഏതാ ഫ്രാങ്ക്ലിനെ വിട്ടുന്നത്. ഫ്രാങ്ക്ലിൻ ഇല്ലാതെ വരാനാണ് കേട്ടോ വയസ്സ് നമ്മളോട് പറഞ്ഞത്. അപ്പോൾ നമുക്ക് എന്തായാലും ചെന്നോക്കാം എന്തൊക്കെ കാര്യം അറിയണ്ടെങ്കിൽ. ഫ്രാങ്ക്ലിൻ ഇല്ലാതെ തന്നെ ചെല്ലാം. ലെസ്റ്ററിൻ്റെ വീട് വില്ലേജ് ആ സ്ഥലത്താണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവർക്ക് നേരെ അങ്ങോട്ടേക്ക് പോകണം. നമുക്കൊരു വണ്ടി ഇരിക്കണം കഴിച്ച്. നമ്മളീ താറിന് അത്ര പവറൊന്നുമില്ല. അപ്പം ഒരു വണ്ടി ഇരിക്കണം കഴിച്ച്. നിങ്ങൾ ഏതാണെന്ന് കമൻറ്റ് ചെയ്തിട്ട് കഴിച്ച്. അപ്പോൾ ഏതായാലും നമുക്ക് ഇനി അവിടെ എത്തിയിട്ട് കാണാം കഴിച്ച്. അങ്ങനെ വില്ലേജൊക്കെ എത്തിയെന്ന്. സംഭവം വേറെ എന്തല്ല, ലെസ്റ്റർ ഇന്ത്യ വിളിച്ചാന്ന് എനിക്കറിയില്ല. എനിക്ക് മിക്കവാറും തോന്നുന്നത് കാലിൽ ലോബറി കഴിക്കും തോന്നുന്നുണ്ട് കേസ്. നമ്മൾക്കിവിടെ വേറെ പണിയൊന്നുമില്ല. അതോടെ ലെസ്റ്റർ പറഞ്ഞിനി എൻ്റെ അടുത്ത് വന്നാൽ നമുക്കിവിടെ കാർ റോപ്പറൊക്കെ എടുത്ത് ജീവിക്കാറുണ്ടെന്ന്. അപ്പോൾ നമ്മൾ അതിനാണ് കേട്ടോ. അപ്പോൾ ഏതായാലും നമ്മൾ വില്ലേജിലേക്ക് കടന്നിന്ന്. അപ്പോൾ നമുക്ക് നേരെ അവിടെ തന്നിട്ട് കാണാം. അപ്പം വില്ലേജ് എത്തിയിട്ടു കേസ്. അങ്ങനെ ഒടുവിൽ നമ്മൾ വില്ലേജിലേക്ക് എത്തിയെന്ന്. അപ്പോൾ ലെസ്റ്ററിൻ്റെ വീട്ട് അവിടെ ആയിട്ടാണെന്നാണ് തോന്നുന്നത് കേസ്. അപ്പോൾ നമുക്ക് ലെസ്റ്ററിൻ്റെ വീട്ടിൽ എത്തിക്കണം കേസ്. അങ്ങനെ നമ്മൾ ലെസ്റ്ററിൻ്റെ വീട് എത്തി. ഇപ്പോൾ ലെസ്റ്റർ അവിടെ കിടക്കുന്നത് കാണാം. അപ്പം മോനെ ലെസ്റ്റർ നമ്മളെ വണ്ടി അവിടെ വെച്ചോക്കോ. ലെസ്റ്റർ തന്നെ ആ പാർക്കിംഗ് സ്പേസ് ഇടാനാണ്. അപ്പോൾ ഏതായാലും വണ്ടി പാർക്കിങ്ങിലേക്ക് ഇട്ടേക്കാം. ഇവിടെ നമ്മളല്ല ഫോർച്യൂണർ കിടക്കുന്നുണ്ട് കേസ്. എന്തോ ഒരു കാര്യമായിട്ടുള്ള പണിയാന്ന് പറഞ്ഞത്. ലെസ്റ്റർ മണി ഉണ്ടാവും പറഞ്ഞേ. അപ്പോൾ നമുക്ക് വണ്ടിക്കുള്ള വണ്ടി കേട്ടോ കേസ്. കാണാൻ നല്ല രസമുണ്ട് കാണാൻ. അപ്പം നമുക്ക് എടുക്കാൻ അങ്ങനത്തെ വണ്ടികളൊക്കെ നമുക്ക് ബുലറൊക്കെ എടുത്ത് സെറ്റാക്കാനുള്ള വണ്ടികളാണ് കേട്ടോ. സെറ്റ് വണ്ടികളൊക്കെ ഇറക്കാനാണ്. അപ്പം ഇത് നമുക്ക് ഈ ജോബിന് പൈസ ഇട്ടിട്ട് വേണം അതൊക്കെ ഇറക്കാൻ. പിന്നെ ജോബ് നമ്മളെ കയ്യിൽ 5 പൈസ ഇല്ല കൈസ്. അപ്പോൾ ജോബ് ചെയ്ത് പൈസ ഉണ്ടാക്കിയിട്ട് വേണം അതൊക്കെ ഉണ്ടാക്കാൻ. അപ്പോൾ അങ്ങനെ ലെസ്റ്ററിനെ സംസാരിക്കാം. ഹലോ ലെസ്റ്റർ, എന്തൊക്കെ ഉണ്ട് വർത്താനം? സുഖല്ലേ? അല്ല എന്തിനാ വിളിപ്പിച്ചേ? എടാ മോനെ, നമ്മളെ സിറ്റിയിൽ ഒരുപാട് ഗോൾഡ് കാർസൊക്കെ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഒന്ന് നമുക്ക് ഫുള്ളായിട്ട് അവിടെ അടിച്ചു മാറ്റിയാലോ? അടിച്ചു മാറ്റുന്ന കേസാണ്. ഫുൾ നമ്മൾ അടിച്ചു മാറ്റും ഉറപ്പ്. പക്ഷെ എവിടെയാണ് സ്റ്റേ ചെയ്യാതെ? കാരണം എവിടെ വെച്ചാൽ പോലീസ് നോക്കും. കാരണം ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ അത്ര നല്ല സ്ഥലമല്ല. അതിനുള്ള 2 ഷെഡ് വീട്ടിലുള്ള ഷെഡാണ്. മീനെ കണ്ടില്ല ഫോർച്യൂണർ അവിടെ വെച്ചിട്ട് അറിയാൻ പോവില്ല. പിന്നെ ഇവിടുന്ന് ആരെങ്കിലും അടിച്ചു മാറ്റി അത് നമ്മളെ മൈക്കിനും ഡ്രോവറൊക്കെ നോക്കാനുണ്ടല്ലോ. അപ്പം നീ ഒന്നും നോക്കണ്ട, വണ്ടി ഇവിടെ കൊണ്ടുപോകും. അപ്പോൾ ഓക്കെ ഡ്രോവർ, ഓക്കെ ലെസ്റ്റർ. അപ്പം വണ്ടി ഇവിടെ അല്ലേ വെക്കണം, അവിടെ തന്നെ വെക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് പ്ലാനൊക്കെ ഉണ്ടാക്കി പോയാൽ പോരെ? അല്ല എവിടെയെങ്കിലും പോയി പാളിയാ പണിയാവും. പിന്നെ ആരാന്നാണ് എനിക്ക് വിചാരം. ഞാൻ ഉണ്ടാക്കിയ പ്ലാൻ ഒരിക്കലും വലിക്കാതെ ഇരുന്നില്ല. അപ്പോൾ നമുക്ക് പ്ലാനൊക്കെ അനുസരിച്ച് തന്നെയല്ലേ പോവാം. ഓക്കെ.
അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ പ്ലാനൊക്കെ ഉണ്ടാക്കി. നമ്മളോട് ഇപ്പോൾ ലെസ്റ്റർ പറഞ്ഞതെന്ന് പറയുകയാണെങ്കിൽ അങ്ങോട്ടേക്കൊന്ന് ചെല്ലാനാണ്. അപ്പം അവിടെ എത്ര ഗോൾഡ് കാർസ് ഉണ്ടെന്നൊന്ന് നോട്ട് ചെയ്യാനാണ് കേട്ടോ ഗൈസ്. അപ്പം നമുക്ക് ആളെ ഒന്ന് ചെന്നിട്ട് പിന്നെ ഇപ്പോൾ 220 പോലത്തെ ഒരു ക്രെറ്റമായിട്ട് വന്നേന്ന്. പിന്നെ കുറേ വണ്ടികളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞേന്ന്. അതൊക്കെ നമുക്ക് എടുക്കണം. അപ്പം അങ്ങ് അടുത്തിട്ട് കാണാം. നമ്മൾ ഷോറൂമിലേക്ക് എത്തിയിട്ടുണ്ട്. വണ്ടി എവിടെയെങ്കിലും സേഫായിട്ട് ഒന്ന് പാർക്ക് ചെയ്ത് വെക്കണം ഗൈസ്. അപ്പോൾ നമുക്ക് വണ്ടി ഇപ്പോൾ എവിടെയാണ് പാർക്ക് ചെയ്യുക? നമുക്ക് ഇവിടെ സൈഡിലായിട്ട് പാർക്ക് ചെയ്യാം. നമുക്ക് സംശയം തോന്നാത്ത രൂപത്തിൽ വേണം അങ്ങോട്ട് കയറാനൊക്കെ. ഫുൾ ഡീലിങ് അങ്ങനെ ആവണം ഗൈസ്. അപ്പോൾ ഏതായാലും നമുക്ക് നേരെ അകത്ത് കയറിയിട്ട് നോക്കാം. കണ്ടിട്ട് ഗൈസ് അണ്ണി വരികയാണെങ്കിൽ നമ്മൾ അടിച്ചു മാറ്റി പോവും. അവിടെ ഡീലറൊന്നും ഇല്ലേ ഗൈസ്? നമ്മളെ ഡീലർ വന്നിട്ടുണ്ട്. ഹലോ ഡീലർ, എവിടെ പോയേക്കനി? മോനെ ചാവ കുടിച്ചാൻ പോയണേന്ന്. എന്തൊക്കെയാണ് വണ്ടി മോണി? ഇത് കാറ വണ്ടി ഇവിടെ ഫുൾ വണ്ടി ഉണ്ട്. പിന്നെ R15 മാത്രം കിട്ടുള്ളൂ. അത് നാളെയാണ് കിട്ടുക. അതിപ്പോൾ ഓർഡർ പോയ വണ്ടിയാണ്. പിന്നെ അതാന്ന് വെച്ചാൽ അങ്ങനത്തെ കുറേ വണ്ടി ഉണ്ട്. എനിക്ക് പോയി ചെക്ക് ചെയ്ത് നോക്ക്. എനിക്കൊരു വണ്ടി നമുക്ക് ചെക്ക് ചെയ്യാൻ നോക്കണം. ഞാൻ എന്ന് വാങ്ങില്ല കേട്ടോ ഇപ്പോൾ ചേട്ടാ, നാളെ വാങ്ങുള്ളൂ. ഓക്കെ അപ്പോൾ മോനെ ബ്രോ നീഞ്ച ചുറ്റുപാറൊക്കെ ഉണ്ട്. നമുക്ക് ഇത് അടിച്ചു മാറ്റിയാലോ? ഇത് സ്ക്രീനാട്ടോ ഗൈസ്. ഇത് ബാക്കിൽ വരുമ്പോഴാണ് നമുക്ക് അടിച്ചു മാറ്റിയിട്ട് മോനെ. ഇത് അയാബൂസല്ല ഗൈസ്, അതുണ്ട്. മോനെ ഡ്യൂക്ക്, മോനെ RC, സ്പ്ലെൻഡർ, മോനെ പൾസറൊക്കെ തീ തുപ്പിയാണ് എൻ്റെ ബുള്ളറ്റ്. നമ്മൾ 100 അല്ലേ, അതുണ്ടോ? ഇതേതാ വണ്ടി? നിഞ്ചോ വണ്ടിയാണ്. മോനെ പോർഷ സൂപ്പർ കാറാണ് കേട്ടോ ഗൈസ്. മോൻ സ്കോർപ്പിയോ. ഇതാ നമ്മളെ ലെസ്റ്ററിൻ്റെ അതേ സെയിം മോഡൽ ഫോർച്യൂണർ. ബുലേറോ. നമ്മൾ അടുത്തതായിട്ട് എടുക്കാൻ പോണ വണ്ടിയാണ് കേട്ടോ ഈ ബുലേറോ. നമ്മളെ കയ്യിൽ തന്നെ അതേ വണ്ടിയാണ്, പക്ഷേ റൂഫ് ഉണ്ടെന്നുള്ളൂ. നമ്മളെ റൂഫില്ല. ഇത് തന്നെയാണ് നമ്മളെ വണ്ടി റൂഫില്ലാത്ത. പക്ഷെ നമ്മളത്തെ ടയർ മോഡിഫൈഡ് ആണ്. മോനെ അതേതാ വണ്ടി? ഇതാണ് കേട്ടോ നമ്മൾ ഞാൻ പറഞ്ഞ 224 ക്രെറ്റ. അത് ഇവിടെ ഉണ്ട് ഗൈസ്. നമ്മൾ അടിച്ചു മോനെ. ഇതാ ഗോൾഡൻ ഫോർച്യൂണർ, അതുപോലെ തന്നെ ഗോൾഡൻ താറ്, ഗോൾഡൻ നിഞ്ച, ഗോൾഡൻ പോർഷ. ഈ ഇത്ര വണ്ടികളുണ്ട് സത്യം പറഞ്ഞാൽ. നോക്കട്ടെ. അപ്പോൾ ഗൈസ് 6 വണ്ടികളുണ്ട്. അപ്പോൾ നമുക്ക് മെല്ലെ നമ്മളെ ലെസ്റ്റർ ഒരു വണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ സത്യം പറഞ്ഞാൽ ഈ ക്രെറ്റ നമ്മൾ ബുക്ക് ചെയ്യാണ് കേട്ടോ ഗൈസ്. കാരണം അത് നമ്മളിപ്പോൾ തന്നെ ബുക്ക് ചെയ്യാണ്. അപ്പോൾ പൈസ ഒക്കെ നമ്മൾ ഓൾറെഡി നമുക്ക് നേരെ. അപ്പോൾ ചേട്ടാ നമ്മൾ ആ ക്രെറ്റ അങ്ങോട്ട് ബുക്ക് ചെയ്ത് തന്നിട്ടോ. ആ പൈസ ഡെലിവറി ആയിട്ട് ഒന്നുമില്ല, ഓർഡർ ചെയ്യുന്നത് തന്നെയാണ്. നമുക്ക് മെല്ലെ വന്നിട്ട് 6 അങ്ങനെ നമുക്ക് ക്രെറ്റ വേണം എന്നോട് എടുത്തോന്നാണ് പറഞ്ഞത്. നമുക്ക് വേണ്ട ഫോർച്യൂണർ ഓൾറെഡി ഉണ്ട് ലെസ്റ്ററിന്. പിന്നെ എന്തിനാണ് മോൻ? അപ്പം നമുക്ക് ഈ ക്രെറ്റ എടുത്ത് പോകാം. അതിന് മുന്നേ അയാൾ ചോദിച്ചോക്കണേ. പക്ഷേ എങ്ങനെയെങ്കിലും ഡെലിവറി ആയി പോയിട്ടുണ്ടെങ്കിൽ പണിയാണ് ഗൈസ് വണ്ടികളൊക്കെ. അതുകൊണ്ട് നമുക്കൊന്ന് ചോദിച്ച് നോക്കാം എന്താണ് കഥ എന്നൊക്കെ. ആണെങ്കിൽ ലെസ്റ്ററിനെ കൊണ്ടു കൊടുത്താൽ. ഈ ഡ്യൂട്ടിക്ക് വേണ്ടി ഇറക്കിയ വണ്ടിയാണ് കേട്ടോ ഗൈസ് ഈ ക്രെറ്റ. പക്ഷെ ഇങ്ങനെ ആയിരിക്കില്ല നമ്മൾ ഈ ഡ്യൂട്ടിക്ക്. ഈ ക്രെറ്റ ആയിരിക്കില്ല നമ്മൾ ഈ ക്രെറ്റ ആയിരിക്കില്ല, വേറൊരു വണ്ടിയായിട്ട് ഇറക്കുക. അല്ലെ ക്രെറ്റ ഏതെങ്കിലും ഒരു വണ്ടിയായിട്ട് ഇറക്കുക. നമുക്ക് കാര്യം ചോദിച്ചു നോക്കാണ്ട് ഗൈസ്. അങ്ങനെ ഈ വണ്ടി ഇനി ഡെലിവറി ആയി പോയിന്നോ എന്നുള്ള കാര്യം ചോദിക്കും. അല്ല ബ്രോ, ഈ ഗോൾഡൻ കാർസൊക്കെ എനിക്ക് ഇഷ്ടമായി. അതിപ്പോൾ ഓർഡർ ആവുമോ? ബ്രോ അത് ഓർഡർ ആവില്ല ബ്രോ. അത് ഓൾറെഡി ആരും ഓർഡർ ആക്കി ചെയ്തെന്ന്. അതുകൊണ്ട് ഇനി ഓർഡർ ചെയ്യാം. ഓൾറെഡി നമ്മളെ കയ്യിൽ ഒരു പീസ് ഉണ്ടായിട്ടുള്ളൂ ഗോൾഡൻ കാർസൊക്കെ. നാളെ തന്നെ ഡെലിവറി കഴിയും. അപ്പം ബ്രോ അടുത്ത കൊല്ലം വന്നോ? അടുത്ത കൊല്ലം തന്നെ ഇറക്കുക. അപ്പോൾ ഓരോ കൊല്ലമാണ് നമ്മളെ വണ്ടി ഇറക്കൽ. ഇനി അടുത്ത ദിവസമായിരിക്കും. ഇനി Yamaha R5 ആണെങ്കിൽ നാളെ വന്നാൽ കിട്ടും ബ്രോ. അപ്പോൾ ഗൈസ് ഞാൻ വിചാരിച്ചേനെ ആരോ ഡെലിവറി ആക്കിയെന്ന്. ആരോ ഡെലിവറി ആക്കിയാൽ നമ്മളെ അടിച്ചു മാറ്റും. 6 വണ്ടികൾ ഗൈസ്. ശരിക്കും സ്ക്രീനാണ് കേട്ടോ ഗൈസ്. അതാണ് ഇങ്ങനെ വണ്ടികൾ മാറി കളിച്ചത്. നമുക്ക് ഏതായാലും സ്ക്രീൻ പഴയതുപോലെ തന്നെ ആക്കിയേക്കാം, എല്ലാവരും വരുന്ന പോലെ. അപ്പോൾ നമുക്ക് പോയിട്ട് വരാം.
അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മൾ താറേതായാലും നമ്മളെ വീട്ടിൽ കൊണ്ടുവച്ചിട്ട് ക്രെറ്റം കൊണ്ടാണ് കേട്ടോ ഗൈസ് നമ്മൾ പോകണം. എന്നിട്ട് നമ്മൾ പ്ലാനിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് വണ്ടി അടിച്ച് മാറ്റും. ഇപ്പം തന്നെ വണ്ടി ഡെലിവറി ആവുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് നല്ല അടിച്ച് മാറ്റണം ഗൈസ്. സത്യം പറഞ്ഞാൽ ഒരു വണ്ടി ഡെലിവറി ആവാൻ വേണ്ടി പോകുന്ന സമയത്ത് ഡീലർ ഓണർ നമ്മളെ ട്രക്ക് ഇട്ട് ഇടിച്ചിടും. പിന്നെ അങ്ങനെ വണ്ടി അടിച്ച് മാറ്റും. എന്നിട്ട് ഗൈസ് നമ്മളെ പ്ലാനിങ്. അപ്പോൾ നമുക്ക് നേരെ ഈ വണ്ടി ഇവിടെ വെക്കാം. ഇവിടെ നമ്മൾ ഫ്രാങ്ക്ലിൻ ഉണ്ട് കേട്ടോ ഗൈസ്. നമുക്കൊന്നുമുണ്ട് അല്ല ബ്രോ എങ്ങോട്ട് എവിടെ പോയിനെ? നമ്മളെ ചെറുതായിട്ട് ലെസ്റ്ററും വിളിച്ചിനി. അപ്പോൾ അതിന് വേണ്ടി പോയിനി. അവിടെ എന്തേ ആ വെറുതെ സംസാരിച്ചൊക്കെ നിന്നേനി. ഇപ്പം എങ്ങോട്ടാ ഒരു ചെറിയ ആവശ്യമുണ്ട് ബ്രോ. അപ്പോൾ ഒരു വണ്ടി വാങ്ങിനി അതിനാ. അപ്പം ഫ്രാങ്ക്ലിൻ ഏതായാലും അകത്ത് പോയിന്. നമുക്കേതായാലും ഓടിയാണെങ്കിലും നമ്മളെ ക്രെറ്റ് എടുത്ത് നേരെ ലെസ്റ്ററിൻ്റെ അടുത്ത് പോയിട്ട് പ്ലാനിങ് ഒക്കെ ഇട്ട് സെറ്റാക്കി പോവാണ് കേട്ടോ ഗൈസ്. അപ്പോൾ സൂപ്പർ പവർ എടുത്തു. അത് ഗൈസ് നമുക്ക് സൂപ്പർ പവർ വന്നത് ഇതാണ് കേട്ടോ ഗൈസ്. നമ്മളെ സൂപ്പർ പവർ ഫ്രാങ്ക്ലിനിലെ പോലെ അല്ല സൂപ്പർ പവറാണ് കേട്ടോ ഗൈസ്. നമ്മൾ എത്ര മണം ഓടും. അൺലിമിറ്റഡ് ലൈഫ് ആണ് കേട്ടോ ഗൈസ് നമുക്കില്ലേ. അപ്പോൾ അതാണ് നമുക്ക് ഈ ക്രെറ്റും കൊണ്ട് നേരെ അങ്ങോട്ടേക്ക് ചെല്ലാം. ഈ വണ്ടി ചെറിയ രീതിക്ക് മൂടിപ്പോടൊക്കെ ചെയ്യേണ്ടി വരും തോന്നുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഏതായാലും നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം ഗൈസ്. അങ്ങനെ നമ്മൾ ഇവിടെ എത്തി. നമ്മൾ ലെസ്റ്ററുമായിട്ട് ഇരിക്കുന്നുണ്ട് ഗൈസ്. എന്തായാലും നേരെ കയറി ചെന്നേക്കാം. ഇവിടെ ലെസ്റ്റർ നമ്മളെ വണ്ടികൾ കൊണ്ടുവന്നത് സീനാട്ടോ. ഇപ്പോൾ 6 വണ്ടികളുണ്ട് അവിടെ. 6 വണ്ടികളോ അന്ന് തന്നെ അടിച്ചു മാറ്റണം. അല്ല ഫോർച്യൂണർ നോക്കി എന്തായിരുന്നു ഈ വണ്ടികളൊക്കെ ഈ മുൾപ്പെടെ ചെയ്താലോ എന്ന് ആലോചിക്കുക. എന്നാ ക്രെറ്റ ഇറക്കാണ് ഇനി എടുത്തോ ആണെങ്കിൽ. അപ്പോൾ പിന്നെ എന്തെങ്കിലും വാങ്ങി ഈ മെഷീന് വേണ്ടി എടുത്തതിന് വേണ്ടി അത് ചെറിയതിന്. കാരണം അവിടെ പോയി ഇതൊക്കെ അന്വേഷിച്ച് വരുന്ന സമയത്ത് എന്നെ ഓൾക്ക് നോട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതിന് വേണ്ടി എടുത്ത വണ്ടിയാണ്. ഇത് മെഷീന് വേണ്ടി അതിന് വേണ്ടി നമ്മളൊരു വണ്ടിയിലൊരു ബുക്ക് ചെയ്തത്. ആ വണ്ടി എടുത്താണ് പോകുന്നത്. വണ്ടീൻ്റെ കയ്യിലാണ് കേട്ടോ. ഓക്കെ. അപ്പോൾ ഏതായാലും നമുക്ക് അവിടെ പോയി സെറ്റാക്കാം. ഇതെന്താ ഇവിടെ ഒരു ഫോർച്യൂണർ. ഇപ്പോൾ ടോട്ടൽ 2 ഫോർച്യൂണർ. യെസ് 2 ഷെഡിൻ്റെ ആണ്. അവിടെ എന്നിട്ട് നിൽക്കാമല്ലാതെ ആരും കയറില്ല. അത്ര സെക്യൂരിറ്റി ഷെഡാണ്. ആരും വന്നാലും എപ്പോഴും അടിച്ചിടും. 2 ഫോർച്യൂണർ ലൈഫൊക്കെ ആണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഏതായാലും ഈ വണ്ടി നമുക്ക് ഇവിടെ സേഫാണ്. അപ്പം മറ്റോടത്തായിരിക്കും മിക്കവാറും ഇടാൻ ചാൻസ്. എല്ലാം വേണ്ട ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഇവിടെ ആയിരിക്കും മിക്കവാറും ഇടേണ്ടി. കാരണം അവിടെ ഇട്ടാൽ ചിലപ്പോൾ ലെസ്റ്ററിനെ എത്തണമെങ്കിൽ കുറച്ച് കഷ്ടപ്പാടുണ്ട് ഗൈസ്. അല്ലേ വേണ്ട ഇവിടെ ഇട്ടാൽ. കാരണം അങ്ങനെ ഇവിടെ പോലീസ് പിടിച്ച് വന്നാൽ ഇവിടെ നിന്നിട്ട് പൊക്കും. അവിടെ നിന്ന് അങ്ങനെ പൊക്കാൻ ചാൻസ് കുറവാണ്. അപ്പോൾ നമുക്ക് ഇവിടെ അധികം പോലീസ് വരാനുള്ള ചാൻസ് ഇല്ല ഗൈസ്. ഇപ്പോൾ പാണ്ടിലോറി അപ്പുറത്തെ ഷെഡ് ഈ ഷെഡിൻ്റെ ഇവിടെ ഉണ്ട് എന്നാണ് പറഞ്ഞത്. നമുക്ക് ഏതായാലും തപ്പി കണ്ടുപിടിച്ച് പോവാം ഗൈസ്. ഏതാണ്ട് ടൈം ആയിരുന്നു. അപ്പോൾ ലെസ്റ്ററെ വണ്ടി എവിടെയാണ് അവിടെ കാണുന്നുണ്ടല്ലോ ഗൈസ്. അപ്പോൾ നമ്മളെ പോവാണ് ലെസ്റ്ററെ. പോയി ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ ഏതായാലും ഈ വണ്ടീനെ തന്നെ ആയിരിക്കും കൊണ്ടുവരല് ഗൈസ് മിക്കവാറും. വണ്ടിയിലായിട്ടുണ്ട് മോനെ കയറുന്നൊക്കെ രസം. അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മൾ കാർസൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. നമ്മളെ താറുണ്ട്, ഫോർച്യൂണറുണ്ട്, പോർഷ ഉണ്ട്, അതുപോലെ തന്നെ നീഞ്ച അറ്റിട്ട് വേറെ ഇവിടെ കിടക്കിട്ട്. സംഭവം എന്താണെന്ന് വിചാരിച്ചു ഞാൻ തന്നെ കോമഡി ചിരിച്ചു പോയി ഗൈസ്. നമ്മളങ്ങനെ ട്രക്കും കൊണ്ട് ഇങ്ങനെ നോക്കിക്കുന്ന സമയത്ത് ഓർക്ക് ട്രക്കില്ലാത്തതുകൊണ്ട് ഓരോ മുഴുവൻ ട്രക്ക് ഞാൻ വിളിച്ചെടുത്താൻ പറഞ്ഞു കേട്ടോ ഗൈസ്. ഞങ്ങൾക്ക് എല്ലാ പേര് പറഞ്ഞ് ഇനി കൊണ്ടുതരാമല്ലോ. പക്ഷെ മുഴുവൻ ട്രക്ക് എന്ന് പറയുമ്പോൾ ആകെ പാളുമെന്നൊരു സംശയം. നമുക്ക് പറഞ്ഞാണ്ട് ഓല് എല്ലാം വണ്ടി എടുത്ത് രക്ഷപ്പെട്ട് നമുക്കെല്ലാ വണ്ടികളും ഇതിലേക്ക് ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുമോ നോക്കുക ഗൈസ്. പെയിൻ്റൊന്നും പോയില്ല. കാർബൺ ഫോർവേഡ് ഇട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തെന്ന്. അപ്പോൾ എല്ലാ വണ്ടികളും ഇതിലേക്ക് കയറ്റിയിട്ട് വേണം നമുക്ക് അങ്ങോട്ട് ചെല്ലാൻ ഗൈസ്. പിന്നെ അവിടെ ചെന്നിട്ട് കാണാം. അപ്പോൾ ഗൈസ് നമ്മളെ വേഷം നിങ്ങൾ ശ്രദ്ധിച്ചോളി. അവരുടെ ആരും തിരിച്ചറിയാതൊക്കെ വേണ്ടി നമ്മളെ ഫ്രാങ്ക്ലിൻ വെച്ച വേഷമാണ് കേട്ടോ ഗൈസ്. അപ്പം നമുക്ക് ഈ വണ്ടികളൊക്കെ കൊണ്ട് അവിടെ എത്തണം കേട്ടോ ഗൈസ്. ഇങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് 2 വണ്ടിക്കൊക്കെ വിളിച്ചേണ്ടി വരും തോന്നുന്നുണ്ട്. ഓരോ വണ്ടിക്ക് ഓരോ വണ്ടി ലോറി പ്രകാരം വിളിച്ച് കൊണ്ടുപോയിട്ട്
അടേണ്ടി വരും തോന്നുന്നു. ഈ വണ്ടി മെല്ലെ നമുക്ക് ട്രക്ക് വെക്കാം ഗൈസ്. അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മളെല്ലാ വണ്ടി ഇങ്ങോട്ടേക്ക് മാറ്റി വെച്ചാണ്. അപ്പം നിങ്ങൾ കാണാം, ഇപ്പം എല്ലാ വണ്ടി ഇവിടെ കിടക്കുന്നുണ്ട്. അതിനകത്ത് നമ്മളെ ഫോർച്യൂണറും പിന്നെ ക്രെറ്റ ഉണ്ട് കേട്ടോ ഗൈസ്. പിന്നെ അത് നമ്മളെ മറ്റേ കൊണ്ടുവന്ന ട്രക്കുണ്ട്, മൈക്കിൾ ട്രവർ ലെസ്റ്ററൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഗൈസ്. പല വണ്ടികളൊക്കെ അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ അവർ വന്ന വണ്ടികളാണ് കേട്ടോ ഇതൊക്കെ ഗൈസ്. പിന്നെ നമ്മൾ ഫ്രാങ്ക്ലിന് വിളിച്ചത് കാരണം ഓനെ വരേണ്ടി വന്നിട്ട് ഗൈസ്. പക്ഷെ നമ്മൾ ഈ സീക്രട്ടായിട്ടാണ് നടത്തുന്നത്, അതുകൊണ്ടാണ് കേട്ടോ ഗൈസ്. അപ്പം നമുക്ക് ഏതായാലും ഈ വണ്ടി മിക്കവാറും നമ്മൾ ലെസ്റ്റർ പറഞ്ഞേക്കുന്ന വെച്ചാൽ ഓരോ വണ്ടികൾക്ക് 100 കോടിയായിട്ട് അല്ല 1000 അല്ല 100 മില്യൺ തന്നെ ആയിക്കോട്ടെ, 100 മില്യൺ. അപ്പോൾ ഈ ഒരു താറെന്ന് പറയുകയാണെങ്കിൽ 200 ആയിക്കോട്ടെ, നമ്മൾ 500 മില്യൺ അല്ല ഓരോ വണ്ടികൾക്ക് 500 മില്യൺ വെച്ച് കിട്ടും. ഓരോ ആൾക്ക് 500 മില്യനാണ് കിട്ടുക ഗൈസ്. അപ്പം എനിക്കൊക്കെ 500 മില്യൺ കിട്ടും. അപ്പം നമുക്ക് അതിനൊക്കെ വണ്ടികളാണ് കേട്ടോ. താറ് പിന്നെ പ്രത്യേക വണ്ടിയാണ് കേട്ടോ ഗൈസ്, അതുകൊണ്ടാണ്. അപ്പോൾ ഈ വീഡിയോ നമ്മൾ ഇവിടെ സെൻഡ് ചെയ്യാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. മിക്കവാറും പോലീസൊക്കെ പിടിക്കാൻ സാധ്യത ഉണ്ടാവും ഗൈസ്. പക്ഷെ പോലീസ് പിടിക്കുന്ന മുന്നേ നമ്മൾ ഈ വണ്ടി സെയിൽ ചെയ്യും. അപ്പം പേടിച്ചതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ ഈ വീഡിയോ നമ്മൾ ഇവിടെ സെൻഡ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.